സ്റ്റോപ്പ്, ഒന്നും പറയരുത്, കേൾക്കുക മാത്രം ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ രൂപം തന്നെ മാറ്റിമറിക്കുന്ന സത്യമാണ്. നിങ്ങൾ പലപ്പോഴും ഒരാളെ, ഒരു ബന്ധത്തെ, ഒരു സ്വപ്നത്തെ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, അയാൾ നിങ്ങളെ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചോ അതോ ഉപയോഗിക്കുക മാത്രമായിരുന്നോ? ചിലർക്കുവേണ്ടി നിങ്ങളെല്ലാം നൽകി, അതിനു പകരമായി എന്തു കിട്ടി? വഞ്ചന, അവഗണന, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെപ്പോലും കീറിമുറിക്കുന്ന നിശബ്ദത. ഇനി നിർത്തുക, കാരണം നിങ്ങളിനി ഹൃദയം കൊണ്ടല്ല, തലച്ചോറുകൊണ്ടാണ് കേൾക്കാൻ പോകുന്നത്. ചാണക്യൻ പറയുന്നു, ആരൊക്കെയാണോ വികാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് അവർ ലോകത്തിന്റെ ഓരോ ചതിയിലും വീഴുന്നു. എന്നാൽ ബുദ്ധിയിൽ ബന്ധിക്കപ്പെട്ടവൻ എല്ലാ ചതികളെയും തോൽപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളുടെയും അടിസ്ഥാന കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ഹൃദയം ഉപയോഗിക്കേണ്ടയിടത്ത് തലച്ചോറ് ഉപയോഗിച്ചില്ല. ഇപ്പോഴൊന്ന് ചിന്തിക്കൂ. ഒരാൾ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളെ നോക്കി പറയുന്നു, നീ എന്റെ സ്വന്തമാണ്. എന്നിട്ട് നിങ്ങൾ തകരുമ്പോൾ ആദ്യം മുഖം തിരിച്ചു പോകുന്നത് അതേ വ്യക്തിയായിരിക്കും. എന്തുകൊണ്ട്? കാരണം അയാൾ കളിക്കുകയായിരുന്നു, നിങ്ങളത് നിവർത്തിക്കുകയായിരുന്നു. അയാൾ ബുദ്ധികൊണ്ട് നടന്നു, നിങ്ങൾ ഹൃദയം കൊണ്ട് മുങ്ങിപ്പോയി. ഇപ്പോൾ സമയം വന്നിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെയല്ല, നിങ്ങളുടെ ഉള്ളിലെ ചക്രവർത്തിയെ ഉണർത്തുന്ന ആ ചാണക്യനീതി നിങ്ങളെ കേൾപ്പിക്കാൻ. ചാണക്യൻ പറഞ്ഞിരുന്നു, യുദ്ധത്തിൽ വികാരങ്ങൾക്ക് സ്ഥാനം നൽകിയവൻ വാളെടുക്കാതെ തന്നെ തോറ്റുപോയി. അതുകൊണ്ട് ഇനി ആരും നിങ്ങളെ തകർക്കാൻ പാടില്ലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓർമ്മിക്കുക, ഇനിയൊരു ബന്ധവും ഒരു വാഗ്ദാനവും ഹൃദയം കൊണ്ട് പാലിക്കരുത്. അത് തലച്ചോറുകൊണ്ട് തൂക്കി നോക്കണം. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരമൊരു നിഗൂഢമായ നയത്തെക്കുറിച്ചാണ്. ഇത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ബന്ധങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. വഞ്ചകരുടെ ചിരിക്ക് പിന്നിലെ വിഷം തിരിച്ചറിയാൻ സാധിക്കും. ഏറ്റവും പ്രധാനം, നിങ്ങളുടെ തകരുന്ന ആത്മാഭിമാനത്തെ ഒരു കിരീടം പോലെ വീണ്ടും ധരിക്കാൻ സാധിക്കും. കാരണം ഇത് ചാണക്യനീതിയാണ്. ഇത് ഉറക്കാനുള്ള താരാട്ടല്ല. ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ കുലുക്കി വിളിച്ചു പറയുന്ന ഒരു യുദ്ധകാഹളമാണ്. ഇപ്പോൾ എഴുന്നേൽക്കൂ, ചിന്തിച്ച് ജീവിക്കാൻ പഠിക്കൂ. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ ഉപേക്ഷിച്ചാൽ വിശ്വസിക്കൂ, നാളെ വീണ്ടും അതേ ചക്രം കറങ്ങും. വീണ്ടും ആരോ നിങ്ങളെ സ്വന്തം എന്ന് വിളിച്ചുപയോഗിക്കും. വീണ്ടും നിങ്ങൾ തകരും. വീണ്ടും രാത്രിയിൽ ഒറ്റയ്ക്ക് ടെറസിലേക്ക് നോക്കി നിൽക്കും. എന്നാൽ ഇന്ന് ഈ വീഡിയോയുടെ അവസാനം വരെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പാഠം ചാണക്യന്റേത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഇപ്പോൾ കളി തുടങ്ങുകയാണ്. ഈ തവണ നിങ്ങളെ ആരും തോൽപ്പിക്കില്ല. കാരണം നിങ്ങൾ ചാണക്യനിൽ നിന്ന് പഠിച്ചിരിക്കുന്നു, ബുദ്ധികൊണ്ട് കളിക്കുക, ഹൃദയം കൊണ്ടല്ല. ചാപ്റ്റർ 1: നിശബ്ദത പാലിക്കുക, വിജയിക്കുക. ചാണക്യന്റെ ഏറ്റവും മാരകമായ തന്ത്രം. നിങ്ങൾ ചിന്തിക്കുന്നു, ഞാൻ മിണ്ടാതിരുന്നാൽ ആളുകൾ എന്നെ ദുർബലനായി കണക്കാക്കുമോ? എന്നാൽ നിങ്ങൾക്കറിയാമോ, ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് മൗനത്തിലാണ്. ആർക്കും മറുപടി നൽകാതിരിക്കുക, എല്ലാ വാദപ്രതിവാദങ്ങളിലും ചാടി വീഴാതിരിക്കുക, എല്ലാ അപമാനത്തിനും തൽക്ഷണം മറുപടി നൽകാതിരിക്കുക. ഇത് ബലഹീനതയല്ല, ബുദ്ധിയുടെ ഉയർന്ന പറക്കലാണ്. ചാണക്യനെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കി, അപമാനിച്ചു, രാജ്യത്തുനിന്ന് പുറത്താക്കി. എന്നാൽ അദ്ദേഹം പ്രതികരിച്ചില്ല. ദേഷ്യമില്ല, പ്രതികാരമില്ല, ഒരു നിശബ്ദത മാത്രം. അതിനു പിന്നിൽ ഒരു മഹത്തായ പദ്ധതി വളരുകയായിരുന്നു. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം തിരിച്ചെത്തി മഗധയുടെ ഭരണം മാറ്റിമറിച്ചു. ഇപ്പോൾ ചിന്തിക്കൂ, അന്ന് ചാണക്യൻ തിരിച്ചു മറുപടി പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഉള്ളിൽ മറുപടി തയ്യാറാക്കി. സമയം വന്നപ്പോൾ അത്തരമൊരു പ്രഹരം നൽകി. ശത്രുവിന്റെ അസ്തിത്വം പോലും ഇല്ലാതായി. എന്തുകൊണ്ടാണ് നിശബ്ദത ശക്തിയാകുന്നത്? ചാണക്യൻ പറയുന്നു, മൗനം സർവാർത്ഥ സാധനം. നിശബ്ദത എല്ലാ ലക്ഷ്യങ്ങൾക്കുമുള്ള രാജാവാണ്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ 1. നിങ്ങളുടെ ആഴമളക്കാൻ ആളുകൾക്ക് കഴിയില്ല. 2. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നോർത്ത് എതിരാളി ആശയക്കുഴപ്പത്തിലാകും. 3. നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം പാഴാക്കില്ല. ഓരോ വാക്കിനും മുമ്പും ചിന്തിക്കും. എല്ലാ സ്ഥലത്തും സംസാരിക്കുന്നവൻ വേഗത്തിൽ തോൽക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആളുകളാണ്. എനിക്കിതിഷ്ടമാണ്, ഞാൻ അവനെ വെറുക്കുന്നു, ഇതാണ് എന്റെ സ്വപ്നം. നിങ്ങളെല്ലാം പുറത്തുവയ്ക്കുമ്പോൾ ആളുകൾ നിങ്ങളുടെ സ്വപ്നങ്ങളെയും അവരുടെ നേട്ടങ്ങൾക്കായി മാറ്റാൻ തുടങ്ങുന്നു. ചാണക്യനീതി പറയുന്നു, തന്റെ ആഗ്രഹങ്ങളും പദ്ധതികളും എല്ലാവരോടും പറയുന്നവൻ ഒരിക്കലും വിജയിക്കില്ല. മിണ്ടാതിരിക്കുക. മുന്നിലുള്ളയാൾ അലറുമ്പോൾ, ആരെങ്കിലും നിങ്ങളുടെ നേരെ അലറുമ്പോൾ, നിങ്ങളെ താഴ്ത്തിക്കെട്ടുമ്പോൾ, അസഭ്യം പറയുമ്പോൾ, അവരുടെ ലക്ഷ്യം നിങ്ങളെ നിങ്ങളുടെ നിലയിൽ നിന്ന് താഴെ ഇറക്കുക എന്നതാണ്. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തിരിച്ചും അലറണം, വാദിക്കണം, നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തണം. എന്നാൽ നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ നിങ്ങൾ അവരുടെ തന്ത്രം പരാജയപ്പെടുത്തുക മാത്രമല്ല, ആളുകളുടെ മനസ്സിൽ നിങ്ങളുടെ ഗൗരവം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ചാണക്യൻ പറയുന്നു, ഒരു തർക്കത്തിൽ വിജയിക്കുന്നത് ഉറക്കെ സംസാരിക്കുന്നവനല്ല, മറിച്ച് നിശബ്ദത പാലിക്കുകയും ശരിയായ സമയത്ത് പ്രഹരിക്കുകയും ചെയ്യുന്നവനാണ്. മിണ്ടാതിരിക്കുക. നിങ്ങളുടെ സമയം മോശമാകുമ്പോൾ, എല്ലാം തകരുകയാണെങ്കിൽ, എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ,
നിശബ്ദത പാലിക്കുന്നത് ഏറ്റവും വലിയ ആയുധമാണ്. കാരണം കാലക്രമേണ 1. സത്യം സ്വയം പുറത്തുവരും. 2. നുണയന്മാർ സ്വയം വീഴും. 3. നിങ്ങളുടെ മൗനം ഒരു ദിവസം ഇടിമുഴക്കം പോലെ പൊട്ടിത്തെറിക്കും. ഇതായിരുന്നു ചാണക്യന്റെ അടിസ്ഥാന മന്ത്രം. ക്ഷമയേക്കാൾ വലിയ ആയുധമില്ല, നിശബ്ദതയേക്കാൾ വലിയ തന്ത്രമില്ല. ചാപ്റ്റർ 2. വഞ്ചകനെ തിരിച്ചറിയുക. ആരെയാണോ നിങ്ങൾ സ്വന്തമായി കണക്കാക്കുന്നത് അവർക്ക് നിങ്ങളെ തകർക്കാനുള്ള എളുപ്പവഴി അറിയാം. ഇത് ചാണക്യന്റെ ഏറ്റവും കയ്പുള്ളതും സത്യസന്ധവുമായ കാര്യങ്ങളിലൊന്നാണ്. കാരണം വഞ്ചന പുറത്തുനിന്ന് വരില്ല. വഞ്ചന എല്ലായ്പ്പോഴും വരുന്നത് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളിടത്തു നിന്നാണ്. ചാണക്യൻ പറയുന്നു, ശത്രുവിനേക്കാൾ അപകടകാരിയാണ് മുന്നിൽ ചിരിക്കുകയും ഉള്ളിൽ അസൂയപ്പെടുകയും ചെയ്യുന്ന സുഹൃത്ത്. ശ്രദ്ധിക്കുക, ആരെങ്കിലും നിങ്ങളോട് അമിതമായി മധുരമായി സംസാരിക്കുകയാണെങ്കിൽ, എല്ലാ കാര്യങ്ങൾക്കും അതേ എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ എല്ലാ ആശയങ്ങളെയും പ്രശംസിക്കുകയാണെങ്കിൽ, എല്ലാ തവണയും നിങ്ങളെ സ്വന്തം എന്ന് വിളിക്കുകയാണെങ്കിൽ ജാഗ്രത പാലിക്കുക. കാരണം അത് യഥാർത്ഥമായിരിക്കില്ല, തന്ത്രപരമായിരിക്കും. വഞ്ചകന്റെ ആദ്യത്തെ അടയാളം ഇതാണ്. അവൻ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നു, പക്ഷേ അവന്റെ ലക്ഷ്യം അവന്റെ പോക്കറ്റിലാണ്. നിങ്ങൾ അവനെ ഒരു ബന്ധമായി കാണുന്നു. അവൻ നിങ്ങളെ ഒരു അവസരമായി കാണുന്നു. നിങ്ങൾ അവന്റെ എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുന്നു. അവൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ദൗർബല്യങ്ങൾ, ഭയം, പ്രതീക്ഷകൾ എല്ലാം. എന്നിട്ട് ഒരു ദിവസം അവൻ പ്രഹരിക്കുന്നു. നിങ്ങൾ ശക്തമായ ഇടത്തല്ല, മറിച്ച് നിങ്ങൾ ഏറ്റവും നിഷ്കളങ്കമായ ഇടത്ത്. ഒരിക്കലൊരു ശിഷ്യൻ ചാണക്യനോട് ചോദിച്ചു, ഗുരുദേവ, യഥാർത്ഥ സുഹൃത്തുക്കളെയും കള്ളസുഹൃത്തുക്കളെയും എങ്ങനെ തിരിച്ചറിയും? ചാണക്യൻ ചിരിച്ചില്ല, ഗൗരവത്തോടെ പറഞ്ഞു, നിങ്ങളില്ലാത്തപ്പോഴും നിങ്ങളുടെ കാര്യം സംസാരിക്കുന്നവൻ ആരാണോ അവനാണ് സുഹൃത്ത്. ബാക്കിയെല്ലാവരും അവസരവാദികളാണ്. ഇന്ന് നിങ്ങളുടെ ചുറ്റും എത്ര പേരുണ്ട് നിങ്ങളുടെ പിന്നിൽ വെച്ചുപോലും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നവർ? ചിന്തിക്കുക, ചിലപ്പോൾ വിരലുകൾ പോലും മതിയാവാതെ വന്നേക്കാം. വഞ്ചകന്റെ രണ്ടാമത്തെ സൂചന ഇതാണ്. നിങ്ങളുടെ ഉയർച്ചയിൽ അവൻ നിശബ്ദനാകുന്നു. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ഓക്കേ എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ടു പോകുന്നു. നിങ്ങൾ വീഴുമ്പോൾ അവൻ ഉള്ളിൽ സംതൃപ്തനാകുന്നു. അവൻ സുഹൃത്തല്ല, അവൻ കാട്ടിലല്ല, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു വേട്ടക്കാരനാണ്. വഞ്ചകന്റെ മൂന്നാമത്തെ അടയാളം, അവൻ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ സ്വന്തമായി ഒന്നും വെളിപ്പെടുത്തുന്നില്ല. അവൻ വളരെ മധുരമായി സംസാരിക്കും, എന്നാൽ നിങ്ങൾ അവന്റെ മുഖത്തേക്കാൾ കൂടുതൽ കണ്ണുകൾ ശ്രദ്ധിക്കണം. കാരണം മുഖങ്ങൾക്ക് മുഖംമൂടി മാറ്റാൻ കഴിയും, പക്ഷേ കണ്ണുകൾക്ക് ഒരിക്കലും നുണ പറയാൻ കഴിയില്ല. ചാണക്യൻ പറഞ്ഞിരുന്നു, പാമ്പും വഞ്ചകനായ സുഹൃത്തും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. പാമ്പ് കടിക്കുന്നു, അത് അവസാനിക്കുന്നു. എന്നാൽ വഞ്ചകനായ സുഹൃത്ത് നിങ്ങളെ ഓരോ ദിവസവും ഉള്ളിൽ നിന്ന് പതിയെ പതിയെ കൊല്ലുന്നു. ഇപ്പോൾ ചിന്തിക്കൂ, ഇന്ന് നിങ്ങൾ ആരുടെ കൂടെയാണ്? സൗഹൃദം, ബന്ധം അല്ലെങ്കിൽ സ്നേഹം എന്നിവയുടെ പേരിൽ നിങ്ങൾ ഓരോ ദിവസവും മുറിവേൽപ്പിക്കപ്പെടുന്ന വിഷലിപ്തമായ ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയല്ലെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ കൊണ്ടല്ല, തലച്ചോറുകൊണ്ട് കാണാൻ പഠിക്കേണ്ട സമയം വന്നിരിക്കുന്നു. ഇപ്പോൾ എല്ലാ മുഖങ്ങളെയും പരിശോധിക്കുക, എല്ലാ പുഞ്ചിരികളെയും തൂക്കിനോക്കുക. സ്വന്തം എന്ന് വിളിക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾക്ക് പിന്നിലേക്ക് നോക്കുക. കാരണം നിങ്ങൾ വഞ്ചകനെ തിരിച്ചറിയുന്നതുവരെ അവൻ നിങ്ങളുടെ നാശം തുടരും. നിങ്ങൾ അവനെ തിരിച്ചറിഞ്ഞാൽ ഇതേ ചാണക്യനീതി ബാധകമാകും. ദുഷ്ടനോട് ക്ഷമിക്കുന്നത് സ്വയം പീഡിപ്പിക്കുന്നതിന് തുല്യമാണ്. ചാപ്റ്റർ 3. മുഖങ്ങൾ വായിക്കാൻ പഠിക്കുക. ചാണക്യന്റെ കാഴ്ച. ഒരിക്കൽ മഗധ കൊട്ടാരത്തിൽ ഒരു ദർബാരി വന്നു. വൃത്തിയുള്ള വസ്ത്രങ്ങൾ, മധുരമായ പുഞ്ചിരി, തല കുനിച്ചു നിൽക്കുന്നു. എല്ലാവരും കരുതിയത് വളരെ വിനയമുള്ള നല്ല സത്യസന്ധനായ മനുഷ്യനാണെന്നു. എന്നാൽ ചാണക്യൻ അവനെ ഒന്നുമാത്രം നോക്കി. എന്നിട്ട് ചക്രവർത്തിയോട് പറഞ്ഞു, ഈ മനുഷ്യനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക. കാരണം അവന്റെ പുഞ്ചിരിയിൽ വിശ്വസ്തതയല്ല, ഒരു വലിയ തന്ത്രമാണ് ഒളിഞ്ഞിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതേ വ്യക്തി കൊട്ടാരത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തിയതിന് പിടിയിലായി. ഇപ്പോൾ ചോദ്യമിതാണ്, ചാണക്യൻ എങ്ങനെ തിരിച്ചറിഞ്ഞു? അദ്ദേഹത്തിന് എന്തെങ്കിലും മാന്ത്രിക ശക്തിയുണ്ടായിരുന്നോ? അദ്ദേഹത്തിനുണ്ടായിരുന്നു മുഖങ്ങൾ വായിക്കാനുള്ള കല. ചാണക്യൻ പറയുമായിരുന്നു, മനുഷ്യന്റെ മുഖത്ത് അവന്റെ മനസ്സിന്റെ നിഴലുണ്ട്. അവന്റെ കണ്ണുകളാണ് ഉള്ളിലൊളിപ്പിച്ച രഹസ്യങ്ങളുടെ ആദ്യത്തെ ജാലകം. ഇപ്പോൾ നിങ്ങൾക്കും ആ കല പഠിക്കാൻ കഴിയും. അത് പഠിച്ചാൽ ആർക്കും നിങ്ങളെ വഞ്ചിക്കാൻ കഴിയില്ല. 1. ആവശ്യമുള്ളവനല്ല, പദ്ധതിയിടുന്നവൻ, ദ പ്ലാനർ. ഇത്തരക്കാർ എപ്പോഴും സൗഹൃദപരമായി കാണപ്പെടുന്നു. എല്ലാ കാര്യങ്ങളിലും സഹോദരാ, സുഹൃത്തേ എന്ന് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നു. എന്നാൽ സൂക്ഷിച്ചു നോക്കുക, അവരുടെ സംസാരത്തിൽ ഒരുതരം തിടുക്കമുണ്ടാകും. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വേഗത്തിൽ അവരുമായി അടുക്കാനാണ്. കാരണം അവർക്ക് ഒരു പദ്ധതിയുണ്ട്, അതിൽ നിങ്ങൾക്കൊരു ചവിട്ടുപടിയാകാമെന്ന് അവർ കരുതുന്നു. ചാണക്യൻ പറയുന്നു, വേഗത്തിൽ ഇഴകിച്ചേരുന്നവൻ പലപ്പോഴും നിങ്ങളെ വേഗത്തിൽ മറക്കാൻ വേണ്ടിയാണ് വരുന്നത്. 2. വിനയമുള്ളവനല്ല, ഭയമുള്ളവൻ, ദ ഫിയർഫുൾ. ചില മുഖങ്ങൾ എപ്പോഴും തലകുനിച്ച് സംസാരിക്കുന്നു. കണ്ണിൽ നോക്കില്ല,
പതിയെ പുഞ്ചിരിക്കും. നിങ്ങൾ കരുതുന്നു, എത്ര സത്യസന്ധനായ മനുഷ്യൻ. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ തന്റെ കുറ്റകൃത്യത്തെയോ നുണയെയോ ഭയപ്പെടുന്നു. ചാണക്യനീതി പറയുന്നു, ആരുടെ നോട്ടം സ്ഥിരമല്ലോ അവന്റെ മനസ്സും സ്ഥിരമല്ല. ആരെങ്കിലും വീണ്ടും വീണ്ടും കണ്ണുകൾ മാറ്റുകയാണെങ്കിൽ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. 3. എല്ലാ കാര്യങ്ങളിലും അതേ പറയുന്നവൻ, ദി അഗ്രീബിൾ. എല്ലാ കാര്യങ്ങളിലും ഒരാൾ ശരിയാണ്, നിങ്ങൾ പറയുന്നതുപോലെ എന്ന് പറയുകയാണെങ്കിൽ നിർത്തുക. ഇത് ബഹുമാനമല്ല, ഉള്ളിൽ നിങ്ങളുടെ ചിന്തകളുടെ വിശകലനമാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവൻ അറിയാൻ ആഗ്രഹിക്കുന്നു. സമയം വരുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കെതിരെ നീങ്ങാൻ. ചാണക്യൻ പറയുന്നു, എല്ലാ കാര്യങ്ങളിലും യോജിക്കുന്നവൻ ഒന്നുകിൽ വിഡ്ഢിയാണ്, അല്ലെങ്കിൽ വളരെ വലിയ തന്ത്രശാലിയാണ്. ചാപ്റ്റർ 4. യുദ്ധം ചെയ്യാതെ ശത്രുവിനെ തോൽപ്പിക്കുക. സങ്കൽപ്പിക്കുക. നിങ്ങളുടെ മുന്നിൽ ഒരു ശത്രുവുണ്ട്. അവൻ നിങ്ങൾക്ക് നേരെ ഗൂഢാലോചന നടത്തി, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഭിന്നിപ്പിച്ചു, നിങ്ങളുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തി. ഇപ്പോൾ അവൻ അവസാന പ്രഹരത്തിന് തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നു, ഇപ്പോൾ തീർപ്പാക്കണം, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. എന്നാൽ അപ്പോഴാണ് ചാണക്യന്റെ വാക്കുകൾ നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങുന്നത്. ആരാണോ യുദ്ധം ചെയ്യുന്നത് അവർക്ക് തോൽക്കാം. എന്നാൽ യുദ്ധം ചെയ്യാതെ വിജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. നിങ്ങൾ ഞെട്ടുന്നു. യുദ്ധം ചെയ്യാതെ എങ്ങനെ വിജയിക്കാൻ കഴിയും? അപ്പോൾ കേൾക്കുക, യുദ്ധത്തിലെ ഏറ്റവും അപകടകരമായ തന്ത്രം അതാണ്. എപ്പോഴാണ്, എങ്ങനെയാണ് താൻ തോറ്റതെന്ന് ശത്രുവിന് പോലും അറിയാൻ കഴിയില്ല. ചാണക്യനീതി പറയുന്നു, നിങ്ങളുടെ കോപത്തെ ഒരു വാളാക്കരുത്, അതിനെ ഒരു തന്ത്രമാക്കുക. നിങ്ങളുടെ അപമാനത്തെ പ്രതികാരമാക്കരുത്, അതിനെ അവസരമാക്കുക. തന്റെ ശക്തി അലറിക്കൊണ്ടല്ല, ശാന്തമായി വർഷിക്കുന്ന മനുഷ്യൻ ഏത് സൈന്യാധിപനേക്കാളും വലിയ യോദ്ധാവാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് 3 ചാണക്യരഹസ്യങ്ങൾ പറഞ്ഞുതരാം. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഏതൊരു ശത്രുവിനെയും ഒരൊറ്റ വാക്കുപോലും പറയാതെ, ഒരൊറ്റ പ്രഹരം പോലും ഏൽപ്പിക്കാതെ പരാജയപ്പെടുത്താൻ കഴിയും. 1. ശത്രുവിന്റെ വിശപ്പ് വർദ്ധിപ്പിക്കുക, പക്ഷേ ഭക്ഷണം ഒരിക്കലും നൽകരുത്. ആരെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ നാശത്തിനായി പദ്ധതിയിടുമ്പോൾ ആദ്യം അവനെ വിജയത്തിന്റെ രുചി അറിയിക്കുക. പതിയെ പതിയെ അവനെ വിശ്വസിപ്പിക്കുക. താൻ വിജയിക്കുകയാണെന്ന്, നിങ്ങൾ തോൽക്കുകയാണെന്ന്, നിങ്ങൾ തകരുകയാണെന്ന് അവന് തോന്നട്ടെ. കാരണം അഹങ്കാരത്തിൽ അവൻ അന്ധനാകുന്ന നിമിഷം ഇതായിരിക്കും. എന്നിട്ട് അവൻ സ്വയം വിജയിയാണെന്ന് കരുതുന്ന അതേ നിമിഷം അവനെ ആ ഉയരത്തിൽ നിന്ന് തള്ളിയിടുക. അവിടുന്ന് വീഴുന്നത് നേരിട്ട് നാശത്തിലേക്കായിരിക്കും. 2. പ്രഹരിക്കുക, പക്ഷേ മുന്നിൽ നിന്നല്ല. ചാണക്യൻ പറയുന്നു, ശത്രുവിന്റെ ശക്തിയെ ഭയപ്പെടരുത്, മറിച്ച് അവന്റെ ദൗർബല്യം തിരിച്ചറിയുക. ഓരോ ശത്രുവിനും ഒരു ദൗർബല്യമുണ്ട്. ചിലരുടെ അത്യാഗ്രഹം, ചിലരുടെ ദേഷ്യം, ചിലരുടെ മോഹം, അല്ലെങ്കിൽ ചിലരുടെ ഭയം. ആ ദൗർബല്യം കണ്ടെത്തുക, അവിടെ പ്രഹരിക്കുക. ശബ്ദമുണ്ടാകില്ല, അലർച്ചയുണ്ടാകില്ല, വാളെടുക്കേണ്ടിവരില്ല. എന്നാൽ ശത്രുവിന്റെ ആത്മാവ് വരെ വിറയ്ക്കും. 3. മൗനത്തേക്കാൾ വലിയ ആക്രമണമില്ല. നിങ്ങൾ ഒരാളുടെ തന്ത്രങ്ങൾക്ക് മറുപടി നൽകുന്നില്ലെങ്കിൽ, പ്രതികാരം ചെയ്യുന്നില്ലെങ്കിൽ, വിശദീകരണം നൽകുന്നില്ലെങ്കിൽ, മറിച്ച് ശാന്തമായി അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ പരിഭ്രാന്തനാകും. ശത്രു എപ്പോഴും പ്രതികരണം ആഗ്രഹിക്കുന്നു. അവന് യുദ്ധം വേണം, ബഹളം വേണം, ദേഷ്യം വേണം. എന്നാൽ നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ നിങ്ങൾ അവനെ അവന്റെ സ്വന്തം അസ്വസ്ഥതയിൽ കത്തിക്കുന്നു. അവൻ തോൽക്കുന്നു, കാരണം നിങ്ങൾ അവന്റെ തിരക്കഥ തന്നെ തകർത്തു. ഇപ്പോൾ ചിന്തിക്കുക, നിങ്ങളും അത്തരമൊരു ശത്രുവുമായി മല്ലിടുകയാണോ? നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമുണ്ടോ? നിങ്ങളുടെ വിജയത്തെ സഹിക്കാൻ കഴിയാത്ത ഒരാൾ? ചാണക്യൻ പറയുന്നു, ശത്രു തീയാണെങ്കിൽ നിങ്ങൾ കാറ്റാകരുത്, നിങ്ങൾ ജലമാകുക. അത് തീ കെടുത്തുക മാത്രമല്ല, അതിനെ ശാന്തമാക്കുകയും ചെയ്യും. ഈ അധ്യായത്തിലെ അവസാനത്തെ കാര്യം ശ്രദ്ധയോടെ കേൾക്കുക. യുദ്ധത്തിൽ വിജയിക്കുന്നത് മഹത്തരമല്ല, യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് ശത്രുവിനെ നശിപ്പിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ മഹത്വം. അപ്പോൾ സുഹൃത്തുക്കളെ, ചാണക്യനീതിയിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്കറിയാം. ആവശ്യം ചിന്തയുടെ തീവ്രതയും നിശബ്ദതയുടെ ആഴവുമാണ്. ഇപ്പോൾ നിങ്ങൾ തയ്യാറാണ് ശത്രുക്കളെ അവരുടെ വലയിൽ കുടുക്കി യുദ്ധം ചെയ്യാതെ തോൽപ്പിക്കാൻ.